വോട്ടെടുക്കാൻ വേണ്ടി വോട്ട് സമയം കുറെ വാഗ്ദാനങ്ങൾ പൊക്കിപ്പിടിച്ചു വന്ന കുറെ ആൾക്കാരുണ്ട്. അവർ ഈ വീഡിയോ കാണട്ടെ. ഇതിപ്പോ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ മൊത്തം ഡേഞ്ചറാവും. ഇത് കടൽക്കൊമ്പിന്റെ പേജിൽ വന്ന വീഡിയോ ആണ്. അപ്പോൾ മുരമ്പത്ത് തീരദേശ മേഖലയിൽ ഇതേപോലെ മഴയൊക്കെ പെയ്തിട്ട് കടലാക്രമണം ഭയങ്കര രൂക്ഷമാണ്. അപ്പോൾ ഇവിടെ നേരത്തെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഈ ഒരു ഫസ്റ്റ് ടൈമാണ് കുറേ നാൾക്ക് ശേഷം ഇത് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നത്. 9 മാസം മുന്നേ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഈ കടൽ ഭിത്തിയൊക്കെ തള്ളിപ്പോയപ്പോഴത്തേക്കും അവിടുത്തെ അധികൃതരെ പറഞ്ഞറിയിച്ചെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ അവർ 9 മാസമായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിൽ അവരെങ്ങനെ തിരിഞ്ഞു നോക്കാനായിട്ടാണ്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അവർ ഇതുപോലെ അറിഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ പല ഉദ്യോഗസ്ഥരും രാജാക്കന്മാരെ പോലെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഫ്രണ്ടിൽ വന്ന ആൾക്കാർ പൗരന്മാരാന്നുള്ള ബോധം അവർക്കില്ല. പണ്ട് രാജാക്കന്മാർ ഫ്രണ്ടിൽ വന്ന ആൾക്കാരെ അടിമനെയും പ്രജനെയും എങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ ഇവർ കാണുന്നത്. അത് ഇന്ത്യൻ പൗരന്മാരുടെ അവകാശമാണെന്നുള്ള രീതിയിലൊന്നും അവർ അംഗീകരിക്കുന്നില്ല. എന്തോ ദാനം ചെയ്യുന്ന പോലെയാണ് ഇവർ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നത്. അതാണ് ഇതൊക്കെ ഇത്രയും താമസിക്കുന്നത്. ആകെ വന്ന് നോക്കിയിട്ടും ജനങ്ങളെ പട്ടികളാക്കിക്കൊണ്ടിരിക്കണം. മോനമ്പത്ത് തീരമേഖലയിൽ താമസിക്കുന്ന ജനങ്ങളെല്ലാം ഇവിടുത്തെ നിയമപാലകർ പട്ടികളാക്കിക്കൊണ്ടിരിക്കണം. പറ്റിക്കേടി ചതിച്ചോണ്ടിരിക്കണ. ഇത് നിങ്ങൾക്ക് വോട്ട് ചെയ്ത് വിട്ടേക്കുന്നത് അവരെ ഭരിക്കാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങളവിടെ രാജാവാക്കി വാഴിക്കാൻ വേണ്ടി ഇരുത്തേക്കണില്ല. ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളവിടെ നിർത്തിയേക്കുന്നത്. വേസ്റ്റും എല്ലാം ഉണ്ട്. ഈ ഒരു ഇതിന്ന് എത്ര രോഗങ്ങൾ പടരും. ഇതൊന്നും ഉണ്ടാവൂലായിരുന്നു. അപ്പൊ ഈ ശീവാള എത്രയും പെട്ടെന്ന് കെട്ടിക്കൊടുക്കാൻ വേണ്ടി താഴ്മയായിട്ട് അപേക്ഷിച്ച് പറയുകയാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ.